അരി അങ്ങോട്ട് കഴുകിയിടാൻ മേലായിരുന്ന വെള്ളം പറ്റിപ്പോണത് കണ്ട. ഞാൻ അരി എടുക്കാൻ പോണിരുന്നു. ഞാൻ അവിടെ നിന്ന് കണ്ടല്ലേ വെള്ളം പറ്റി തീരണത്. എൻ്റെ 2 കൈയും കൂടിയില്ല ഒരു കാര്യം ഇവിടെ നടക്കുകയില്ല. അച്ഛമ്മയുടെ കൈ കുട്ടിയാണല്ലോ ഇവിടെ എല്ലാവരും നടക്കും. ഇതെന്താ 2 പാത്രവും കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കണത്? ഇത് പുട്ടുകുടവും കുറ്റിയൊന്നും കഴുകണില്ലേ? ചായക്കൊന്നും ഉണ്ടാക്കണ്ടേ? മറിക്കേ കൊണ്ടുവന്ന് ഇതിങ്ങോട്ടൊന്നും ഞാൻ കഴുകൂല്ലേ? നല്ല കഴുകല്ലേ. എൻ്റെ കൈ കൂടിയിൽ ഒന്നും നടക്കില്ല. കൊടുക്കണം, തുണി കഴുകി കൊടുക്കണം, ഞാൻ കഴുകി കൊടുക്കണം. എന്നാ ഇത് കഴിച്ചും പോയി അച്ഛമ്മയുടെ നൈറ്റി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിച്ചിട്ടുണ്ടോ? നിൻ്റെത് ഏതാണ്ട് ഉണ്ടല്ലോ, അതും കൂടി മേടിച്ചിട്ടുണ്ടോ? രാവിലെ തന്നെ പോ. എന്തായാലും പോകണില്ലേ? പോകാം. ഞാൻ അമ്മൂനെയും കൂടി വിളിക്കട്ടെ, അവക്കും എന്തോ വാങ്ങിക്കാനുണ്ട്. എന്താണ് നീ ആലോചിച്ചിരിക്കണം? ഒന്നുമില്ല. പിന്നെ ഒരു എലിശല്യം ഒന്ന്. എലിയാ? എവിടെ? അടുക്കളയില്. ഞാൻ കണ്ടിട്ടില്ലല്ലോ എലീന. അച്ഛമ്മ കാണാൻ ചാൻസ് ഒന്നുമില്ല. ഞാനെപ്പോഴും വരുമ്പോ ഇവിടെ അടുക്കളയിലുണ്ടാവാം. അപ്പൊ ആ എലിപ്പെട്ടി എടുത്ത് വെച്ചൊരു തേങ്ങാക്കൊത്തും വെച്ചാൽ അതിൽ വീഴുമല്ല. അത് അതിലൊന്നും വീഴിയല്ല, വലിയ എലിയ. വലിയ എലിയാണെങ്കിൽ ഓടാൻ ചാൻസ് ഇല്ല. കിഴക്കോശയിരിക്കണം. അപ്പോൾ ആരെടുത്തോണ്ട് തലക്കിട്ടൊന്ന് കൊടുത്താൽ മതി. മിക്കവാറും കൊടുക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോഴേ നല്ലോണം തയ്ച്ചിട്ടുണ്ട്, പുതിയ നൂലിട്ടാണ് തയ്ച്ചതൊക്കെ നോക്കണം. അവിടെയാണെങ്കിൽ ഒട്ടിച്ചും വെക്കും. ഇന്നാളെ ഞാനിവിടെ കൊണ്ടുവന്ന് എടുത്തിങ്ങനെ ഇട്ടപ്പോൾ തന്നെ എല്ലാ നൂലും പൊട്ടി. നോക്കിയച്ചും കൊണ്ടുപോകണം കേട്ടാ. ഇപ്പൊ ചെന്നാ കിട്ടുമായിരിക്കും അല്ലേടി? കിട്ടും. 9 മണിയൊക്കെ ആയില്ലേ? നേരം കിട്ടിയാൽ മതിയായിരുന്നു. ചേച്ചിക്ക് എന്താ പറ്റി? ഒന്നും പറയണ്ട. രാവിലെ തന്നെ അച്ചാമ്മ തുടങ്ങും വഴക്ക് പറയാനായിട്ട്. എന്തിന്? ഒരു കാരണവും വേണ്ട. അച്ചാമ്മ രാവിലെ എന്തെങ്കിലും ചെയ്തൊക്കെ ഞാൻ ചെന്ന് സഹായിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞു തുടങ്ങും. അതാണ് ഇങ്ങനെയായിരുന്നു വീട്ടിലും. അപ്പൊ അരിയിടാനായിട്ട് അമ്മ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാകും. അപ്പൊ ഞാൻ അരിയിടാന്ന് പറഞ്ഞു വരുമ്പോ അമ്മ ഓടി വന്ന് അരി ഇട്ടിട്ട് എന്നെ കുറെ വഴക്കൊക്കെ പറയും. എന്നിട്ട് എന്റെ കൈ കൂടിയില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല, അങ്ങനെയൊക്കെ പറയും. ഇതാണ് കറക്റ്റ് അച്ചാമ്മ. എന്നിട്ടാ നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? അമ്മ ഇതേപോലെ എന്നെ വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ പോവല്ലോ. അപ്പൊ ഞാൻ ഗ്യാസ് അങ്ങോട്ട് കുറച്ചിടും. പിന്നെ അമ്മ ഒരു സമയം നോക്കി വരുമ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ടാവില്ല. 2-3 വട്ടം ചമ്മിയപ്പോഴത്തേക്കും പിന്നെ അമ്മ വരാറില്ല. അത് കൊള്ളാം. എന്നിട്ട് ഇപ്പൊ അമ്മ എന്ത് ചെയ്യണേ? ഇപ്പൊ അമ്മ എന്നൊന്നും പറയാറില്ല. എന്നാലും നീ ഐഡിയ എന്താണ് നേരത്തെ പറയാ? ഞാൻ ചേച്ചി എന്നോട് എന്നെ ഇത് പറഞ്ഞില്ലല്ലോ. ശരി. നല്ലോണം തയ്ച്ചിട്ടുണ്ടോന്നൊക്കെ നോക്കിയാ? കുഴപ്പമില്ല. ഇട്ട് നോക്കട്ടെ. എന്താ ചാമ അടുപ്പില്? ഇത് കറിക്കൊന്നുമില്ല. എനിക്ക് വൻപയറുണ്ടായിരുന്നു, ഞാനത് അടപ്പ് വെച്ചു. എന്ത് പറ്റിയ ചമ്മ വെന്തില്ലേ? ഈ തീ കെട്ട് കിടക്കണം നീ കണ്ടായിരുന്ന? നിനക്ക് ഒന്നും അറിയാൻ മേലെ, ബോധമില്ലേ? ഇത്രയും വളർന്നല്ല ആ പയർ പാടിയില്ലേ? ഇനി എന്തിനു കൊള്ളാത്?
എൻ്റെ 2 കൈയും കൂടിയില്ലെങ്കിൽ ഒന്നിനും കാര്യവും ഉടക്കിയില്ല. എന്താ വയറുവേദന മാറിയാ? ഉച്ചക്കും ഒന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും എടുത്ത് കഴിക്കും. ഇഞ്ചി ചതച്ച് നീരെടുക്കട്ടെ? എനിക്ക് 1 ഇഞ്ച് നിറച്ച് നീരൊന്നും വേണ്ട. ഞാൻ ഇനി എന്തേലും കഴിക്കണ്ടെങ്കിൽ ഉണ്ടാക്കിട്ടേ കഴിക്കണം. അതെന്താ? അച്ചാമ്മയല്ലേ വെറുതെ എന്നെ വഴക്ക് പറയണത്. അതുകൊണ്ട് ഞാൻ എന്തേലും ഇനി കഴിക്കണ്ടെങ്കിൽ ഉണ്ടാക്കിട്ടേ കഴിക്കോളൂ. കഴിച്ചത് നാളെ തൊട്ടേ അടുക്കണ പണിയെല്ലാം ഞാൻ ചെയ്തേക്കാം. എൻ്റെ പണിയെല്ലാം അച്ചാമ്മ ചെയ്തേക്കാം. അത് നിനക്കിവിടെ എന്താണ് പണിയിരിക്കാൻ? എനിക്കെന്ത് പണിയില്ലായ്മ ആയിക്കോട്ടെ, അച്ചാമ്മയുടെ പണിയെല്ലാം നാളെ ഞാൻ ചെയ്യും. എൻ്റെ പണിയെല്ലാം ഇനി പണിയില്ലെങ്കിൽ അതും അച്ചാമ്മ ചെയ്തേക്കാം. നടന്നത് എങ്കിലേ എൻ്റെ നൈറ്റ് കൂടി എടുത്തിട്ടോ. ഇട്ടോളാം. എൻ്റെ പാവാടയും ബ്ലൗസും അച്ചാമ്മയും കൂടി ഇട്ടു. ഈ വരയുടെ ഉള്ളിലേക്ക് നാളെ തൊട്ട് അച്ചാമ്മ കയറാൻ പാടില്ല. ഞാൻ കയറണമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് കിടന്ന് കൈയും കാലും ഇട്ടടിക്കാതിരുന്നാ മതി. ഞാൻ കൈയും കാലം തൊട്ടടിക്കാൻ പോണില്ല. അച്ചാമ്മ അവിടെ കിടന്ന് കൈയും കാലം ഇട്ടടിക്കാണ്ടിരുന്നാൽ മതി. കാണാം കാണാം. കാണാം. നോർത്ത് മിറ്റാടിയൊന്നും ഇല്ലെന്നാവോ? കവറകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരോ മനപ്പൂർവ്വം ഇട്ട പോലെ ഉണ്ട്. അമ്മയോട് വെല്ലുവിളിച്ച് പട്ടിണി കിടന്ന മകൾ ആശുപത്രി. അപ്പൊ അത്ര ആദ്യം നേരെ പിടിച്ച് വായിക്കും, വല തിരിച്ച് പിടിച്ച് വായിക്കും. അയ്യോ, ആ കഞ്ഞി തിളച്ച് ചോറെല്ലാം പുറത്തു പോകും. എൻ്റെ കൈ കൂടാതെ. വലയുടെ അപ്പുറത്തേക്കൊന്നും കിടക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്തേലും ഒന്ന് കാണാൻ നോക്കിയിരിക്കണം അടുക്കളയിലേക്ക്. വരയൊക്കെ മാഞ്ഞു പോയി, അല്ലെങ്കിൽ ചിലർക്ക് കേസാടി കയറാൻ തോന്നും. നേരം വെളുത്തിട്ട് കുറേ നേരമായി. ഇവിടെ വല്ലതും ഉണ്ടാ കഴിക്കാൻ? ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, ചമ്മന്തി ഇപ്പം ഉണ്ടാക്കി തരാം. അതെന്താ പുട്ടുണ്ടാക്കിയില്ലേ? അച്ചാമ്മനെ പുറത്താക്കിയ പോലെ തന്നെ പുട്ടൂറ്റി ഞാൻ അങ്ങ് പുറത്താക്കി. വൈഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. വരുമ്പോ വരയിൽ ചവിട്ടാണ്ട് പോന്നോട്ടാ. ടേസ്റ്റില്ലല്ലേ? എൻ്റെ പുട്ടുകൂടവും കുറ്റിയെടുത്ത് മര്യാദക്ക് വെച്ചേക്കണം. പിന്നെണ്ടല്ലോ, അലക്കാനുള്ള തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എടുത്തിട്ടേക്ക്. എൻ്റെ തുണി ആ വടക്കോർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതാ വടക്ക് വെച്ചിട്ടേക്കണതാ? ഞാനേ അച്ചമ്മയുടെ തുണി എന്തെങ്കിലും കഴുകാനുണ്ടാന്നാ ചോദിച്ചാ, അല്ലാണ്ട് ഇവിടുത്തെ പഴംതുണി മൊത്തം എടുത്ത് പുറത്തിടാൻ പറഞ്ഞില്ല. ഞാൻ അലക്കാനാ കൊണ്ടുവന്നിട്ടത്. അത് കഴുകാൻ പറഞ്ഞാൽ ഞാൻ എടുത്ത് കത്തിക്കും എല്ലാം കൂടി. പിന്നെ നീ കത്തിക്കും.
അലക്കൊക്കെ ഞാൻ ഇട്ടോളാം. പെട്ടെന്ന് കഴിച്ചിട്ട് ഏത് നിമ്മോളുടെ പണി ചെയ്തില്ലേ? എന്ത് പണിയാണ് നിങ്ങളുടെ പണി? നീ തിന്നണ പണിയല്ലേ, അത് ഞാൻ ചെയ്യണുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് അടുക്കള കയറിയതാണല്ലോ അച്ചമ്മ കളിക്കാൻ. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ടായി, മനസ്സിലായ? ആ, അതെനിക്ക് മനസ്സിലായി. എന്നാലേ 2-3 പേർക്ക് അച്ചാറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങാട്ടി എടുത്ത് കൊടുത്തേക്ക്. അത് ഇന്നലെ കൊടുത്തില്ലേ? എല്ലാവരെയുള്ള കൊടുത്തു. ഇന്നത്തോട്ട് അച്ചാമ്മ കൊടുത്തു. ഓ, അത് വലിയ കാര്യമായിപ്പോയി. ഞാൻ കൊടുത്തോളാം. എടി നീവേ ആ ഇങ്ങോട്ട് വന്നേ. എന്താണ് ഇതെന്താടി എഴുതിയേക്കണം, എത്ര ഗ്രാം എന്നൊക്കെയാണ്? അങ്ങോട്ട് നോക്കി വായിക്കാൻ പാടില്ല. ഇതേ 400 ഗ്രാമിൻ്റെത്, ഇതിൻ്റെ 400ൻ്റെ 2 എണ്ണം, പിന്നെ അതേ 200 ഗ്രാമിൻ്റെത്. എന്നാൽ പിന്നെ അത് മര്യാദക്ക് എഴുതാൻ മേലായിരുന്നു. പിന്നെ നാളത്തിട്ട് മോള് മര്യാദ എഴുതിക്കോ. ഇതെങ്ങനെയാണ് പൊതിയണത്? ഇതിൽ വെക്കണം. ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടണം. എല്ലാത്തിനും എൻ്റെ കൈ തന്നെ വേണമെന്ന് പറഞ്ഞു. ഒരു കാര്യമുള്ള ഇങ്ങനെ ഉണ്ടാ, ഞാൻ ചെയ്തോളാം. അത് മാത്രമല്ല, എന്നിട്ട് ആ ഇതിൽ പൊതിഞ്ഞിട്ട് പേപ്പറിൽ പേരും എഴുതി അരമലൂർ കൊണ്ട് അയക്കണം. ഞാൻ ചെയ്തോളാം. അതും കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിക്കും. അധികം നേരം ഇവിടെ നിൽക്കണ്ട. പിന്നെ തെയ്യൊക്കെ കെട്ടുപോകും. ഞാൻ വന്ന് നോക്കിക്കോളാം. എന്നിവേ ഒന്നുകൂടി ഇങ്ങോട്ട് വന്നേ. ഇതുമാണ് എന്റെ പണിയും ചെയ്യാൻ സമ്മതിക്കത്തില്ലേ? ഒട്ടിച്ചിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തെ എല്ലാവരുടെയും പേരൊക്കെ ഉണ്ട് കൊടുക്കാനുള്ള, എല്ലാവരുടെയും. അപ്പൊ ഇതില്ലേ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചിട്ട് അരമലൂരുണ്ടെ കൊടുക്കാം. ഇതൊക്കെ നമുക്ക് വന്നേക്കണ മെസ്സേജാണ്. ഇതിനെല്ലാത്തിനും വെച്ചാൽ റിപ്ലൈ കൊടുക്കണം. റിപ്ലൈ കൊടുത്തിട്ട് ഇതിൽ വേണ്ടവർ ഏതൊക്കെയാന്നൊക്കെ നോക്കിയിട്ട് അവരുടെ അഡ്രസ്സും നമ്പരും ഒക്കെ എഴുതി എടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ഒട്ടിച്ചുകൊണ്ടേ കൊടുക്കണം. ഇതറിയായിരുന്നെങ്കിൽ പിന്നെ ഞാൻ വല്ല ഓഫീസിൽ ജോലിക്കും പോകില്ലായിരുന്നു. നിന്റെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടക്കണമായിരുന്നു. അച്ചാമ്മയുടെ ആട്ടും തുമ്പും കേട്ടല്ലേ ഞാൻ ഇവിടെ കിടക്കണം. അതെ, ഇന്ന് വേണം ഞാൻ കാണിച്ചു തരാം. നാളെ തൊട്ട് അച്ചാമ്മ തന്നെ ചെയ്തേക്കണം. ഇതിന്റെ അടുത്ത് എൻ്റെ കൈ തന്നെ വേണം. ഞാൻ പ്രിന്റ് എടുത്തിട്ട് വരാവേ. അല്ല, ഇതെന്താ സംഭവം? അല്ല, അടുക്കളയിൽ എന്താ കാര്യം? കൊച്ചു കിടന്ന് ഒറ്റ കിടന്ന് കഷ്ടപ്പെടാൻ കാണുമ്പോൾ എനിക്ക് സങ്കടം, അതുകൊണ്ട് ഞാൻ ചെയ്തു. അയ്യോ, എന്റെ പണിയെടുക്കാൻ എനിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല. ഓ, കൊച്ചിന്റെ പണി എന്റെയും കൂടി പണിയാണല്ലോ. അതെനിക്കറിയാം, എന്റെ പണി തീർക്കാനുള്ള പണിയാണെന്ന്. ഇതിന്റെ അടുത്തേക്കണ് ചെന്ന് ഒട്ടിക്ക് ചെല്ലു. കൊച്ചങ്ങോട്ട് കൊണ്ട് ഒട്ടിക്ക്. കൊച്ചിന് മോര് കാച്ചിയത് ഇഷ്ടമാണ്. അച്ചമ്മ ഇത് ചെയ്തേക്കാം. അച്ചാമ്മ നാളെ തൊട്ട് അടുക്കളയിൽ കയറിയാണെങ്കിൽ ഞാനൊരു 8 മണിയൊക്കെ ആകുമ്പോഴേ എണീക്കുള്ളൂ. ഭയങ്കര ശരീരം വേദന. കൊച്ചു നാളെ ഒരു 9 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി. എന്നെ വഴക്കറിയോ? എൻ്റെ കൊച്ചിനെ ഞാൻ എപ്പോഴാണ് ഇനി ചീത്ത പറഞ്ഞേക്കണം? അച്ചാമ്മനെ പോലത്തെ നുണച്ചിനെ കണ്ടിട്ട് കൂടിയില്ല. അത് എൻ്റെ കൊച്ചും മോശമില്ല. എടി നീവേ, നീവേ ഇവിടെ എവിടെ പോയി കിടക്കുകയാണ്? എൻ്റെ കൈ എന്നില്ലെങ്കിൽ ഒരു കാര്യം നടക്കുകയില്ല.